അപ്പോൾ വീഴ്ച പറ്റിയതിനകത്തുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാനൊരു അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകയാണ്. മുൻ MP ചെലവഴിക്കാതെ പോയ ഏകദേശം 3-3.5 കോടിയോളം രൂപ കൂടി ചെലവഴിച്ച് വികസന പദ്ധതികൾക്ക് രൂപം കൊടുത്ത ഒരാളാണ്. 2.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം വരും 7 നിയോജകമണ്ഡലങ്ങളിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിച്ചപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ടുള്ള വലിയ പോരാട്ടം പാർട്ടി പ്രവർത്തകരും മുന്നണി പ്രവർത്തകരും നടത്തിയിട്ടുണ്ട്. പിഞ്ചു കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ ആ രീതിയിലേക്ക് തരംതാണ രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടത്തുന്ന ആളുകൾ ഇപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിൽ ഉണ്ട്. പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ പ്രവർത്തനം ഏകോപിപ്പിക്കും. പാർട്ടിക്ക് വേണ്ടി, മുന്നണിക്ക് വേണ്ടി, വരാൻ പോകുന്ന നാളുകളിൽ ആലത്തൂരുകാർക്ക് വേണ്ടി അതുകൂടെയുണ്ട്. നമസ്കാരം. സിറ്റിംഗ് MP-യായ രമ്യ ഹരിദാസ് പാട്ടും പാടി വിജയിച്ച മണ്ഡലമാണ് ആലത്തൂർ. ഇവിടെയാണ് LDF-ന് ഇപ്പോൾ വലിയ മുന്നേറ്റമുണ്ടായിരിക്കുന്നത്. കേരളത്തിൽ ആകെയുള്ള ഒരു ലോക്സഭാ സീറ്റ് LDF-നുള്ളത് ആലത്തൂരിലാണ്. K. രാധാകൃഷ്ണൻ ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം സിറ്റിംഗ് MP-യായ രമ്യ ഹരിദാസ് ചേരുകയാണ്. കാരണം ആദ്യം തന്നെ ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ വോട്ട് നൽകിയവർക്കും കഴിഞ്ഞ 5 വർഷക്കാലം എനിക്ക് നൽകിയ പിന്തുണ, അത് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം, അതേപോലെ തന്നെ കുന്നംകുളം, അതേപോലെ തന്നെ ചേലക്കര, പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ തരൂർ, നെന്മാറ, ചിറ്റൂർ, ആലത്തൂർ 4 നിയോജകമണ്ഡലം ചേർന്ന് വരുന്ന മണ്ഡലത്തിലെ മുഴുവൻ പ്രവർത്തകരോടും പിന്തുണ നൽകിയവരോടും ആദ്യം തന്നെ ഹൃദയം തുറന്ന നന്ദി ആദ്യം തന്നെ പറയണം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും വലിയ പിന്തുണ നൽകിയ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഇപ്പം നിയുക്ത MP-ക്ക് ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നിർവഹിക്കാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിന് അതിൽ ഇടപെടൽ നടത്തുവാൻ സാധിക്കട്ടെ എന്ന് ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇതൊരു വ്യക്തിപരമായിട്ടുള്ള മത്സരമല്ലല്ലോ, 2 ആശയങ്ങൾ തമ്മിലുള്ള, അല്ലെങ്കിൽ 2ഓ അതിലധികമോ ആശയങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമാണ്. അപ്പോൾ അതിനകത്ത് ജയവും പരാജയവും ഉണ്ടാകും. അപ്പോൾ അത് ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇവിടെ മണ്ഡലത്തിൽ പരാജയം സംഭവിച്ചു. പക്ഷേ ഒരു കാര്യം അതിനകത്ത് എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷം ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 7 നിയോജകമണ്ഡലങ്ങളും വിജയിക്കുമ്പോൾ 2.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം വരും 7 നിയോജകമണ്ഡലങ്ങളിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിച്ചപ്പോൾ. അപ്പം അങ്ങനെയുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ടുള്ള വലിയ പോരാട്ടം പാർട്ടി പ്രവർത്തകരും മുന്നണി പ്രവർത്തകരും നടത്തിയിട്ടുണ്ട്. അതിൽ തന്നെ 2 നിയോജകമണ്ഡലങ്ങളിൽ മന്ത്രിമാരായിട്ടാണ് വന്നത്. അപ്പം ചേലക്കരയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഇപ്പോഴത്തെ നിയുക്ത MP, അതേപോലെ തന്നെ ചിറ്റൂർ നിയോജകമണ്ഡലം, അങ്ങനെ 2 മന്ത്രിമാർ ഉൾക്കൊള്ളുന്ന 7 നിയോജകമണ്ഡലം ഇടതുപക്ഷത്തിൻ്റെ നല്ല ശക്തമായിട്ടുള്ള അവരുടെ ഒരു കോട്ടയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് 5 വർഷം മുൻപ് വലിയ പിന്തുണയെ ഈ ആലത്തൂരുകാർ നൽകിയിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് മുന്നോട്ടുള്ള യാത്രയിൽ ആ ജനങ്ങളോടൊപ്പം ഒരു കോൺഗ്രസ് പ്രവർത്തക എന്നുള്ള രീതിയിൽ, ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ അവരോടൊപ്പം തന്നെ തുടർന്നും ആലത്തൂരിനകത്ത് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. എവിടെയാണ് വീഴ്ച പറ്റിയത്? ഏതെങ്കിലും തരത്തിൽ പിന്നിൽ നിന്ന് കുത്തുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പം നിങ്ങൾക്കറിയാലോ, ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ അവസാനം ഈ കൗണ്ടിങ് വരെയുള്ള ഘട്ടത്തിനകത്ത് ഇപ്പം അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു കണക്കും അതുമായി ബന്ധപ്പെട്ട മണ്ഡലങ്ങൾ തിരിച്ച് അല്ലെങ്കിൽ അസംബ്ലി തിരിച്ചിട്ടുള്ള കണക്കുകൾ എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ വീഴ്ച പറ്റിയതിനകത്തുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാനൊരു അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകയാണ്. അപ്പോൾ അത് പാർട്ടിയുടെ വേദിയുണ്ട്, അവിടെ കൃത്യമായിട്ട് അതെന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് പറയും. അത് പാർട്ടി വേദിയിൽ തന്നെ പറയും. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, എത്രയോ ദിവസങ്ങളായിട്ട്, കഴിഞ്ഞ 5 വർഷക്കാലം ജനപ്രതിനിധിയായിട്ട് ഈ പ്രവർത്തനത്തിൽ നേതൃത്വം കൊടുക്കുമ്പോൾ പിന്തുണ നൽകിയിരിക്കുന്ന കോൺഗ്രസിൻ്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകരുടെ ഒരു വലിയ കഠിനാധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. അതും ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ചേർന്ന് വെച്ച് പോകുന്ന ചില കാര്യങ്ങൾ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. അത് പാർട്ടി വേദികളിൽ ശക്തമായിട്ട് പറയും. ജിമ്മിക്കെതിരെ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അതിനെയൊക്കെ എങ്ങനെയാണ് തരണം ചെയ്യാൻ കഴിഞ്ഞത്? സൈബർ ആക്രമണം നിങ്ങൾക്കറിയാലോ, 2019 പാർട്ടി ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ്. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന എനിക്ക് പാർട്ടി നൽകിയ ഒരു അവസരം. അതിപ്പോൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു പാർട്ടി പ്രവർത്തകയ്ക്ക് കൊടുക്കുവാൻ കഴിയുന്ന ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാകാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഒരു അംഗീകാരം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ അവസരം നൽകുക എന്നുള്ളതാണ്. ആ അംഗീകാരം നൽകി വലിയ രീതിയിലുള്ള പിന്തുണ നൽകി 2019
ഇവിടെ വന്ന നാൾ മുതൽ ഈ സൈബർ അറ്റാക്ക് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനകത്തൊട്ടും കുറവൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ തുടക്കത്തിൽ 2019 നമുക്ക് ഇത് കാണുന്ന സമയത്ത് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനുശേഷം ഇത് ഒരു തരത്തിൽ മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ നേരിടുന്ന ആളുകൾ അത് കൃത്യമായിട്ട് അപ്പോഴും ഇന്നും തുടർന്ന് പോരുന്നുണ്ട്. അതവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അതിപ്പോൾ ഞാനെന്നുള്ള വ്യക്തി എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇപ്പോൾ ദേവനന്ദ എന്ന് പറയുന്ന മിടുക്കി കുട്ടിയുടെ ഒരു ഇൻ്റർവ്യൂ, ആ കുട്ടി പക്വതയാർന്ന് സംസാരിച്ചതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിനെപ്പോലും വെറുതെ വിടാതെ ആ ഒരു രീതിയിലേക്ക് തരംതാണ രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടത്തുന്ന ആളുകൾ ഇപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ അതിനൊന്നും നമ്മളങ്ങനെ മുഖവിലേക്ക് ഇടുന്നില്ല. ഈ ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു ഇത്രയും നാളും. അപ്പം അതിൽ ഇനിയിപ്പം പരാജയപ്പെട്ടു, അപ്പോൾ അതിൽ വിഷമം ഉണ്ടാവുമോ? സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ഒന്നിലധികമോ ആളുകൾ മത്സരിക്കും. അതിലെല്ലാവർക്കും വിജയിക്കാൻ കഴിയില്ല. അപ്പം സ്വാഭാവികമായിട്ടും ആ വിജയം നമ്മൾ അംഗീകരിക്കണം. ജനാധിപത്യ പ്രക്രിയയാണ്. ഒന്നിലധികമോ ആളുകൾ മത്സരിക്കും. അപ്പോൾ അതിനെ വിജയത്തിനെ അംഗീകരിക്കുക എന്നുള്ളതൊരു ജനാധിപത്യ മര്യാദയാണ്. അപ്പോൾ അത് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ വരാൻ പോകുന്ന നാളുകളിൽ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് ഒത്തിരി പ്രയാസങ്ങളും വിഷയങ്ങളും ഉണ്ട്. അതിനകത്ത് നിലവിൽ MP ആയിട്ട് വരുന്ന ആളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ഏകോപനം നടത്തും. അതുകൂടാതെ പാർട്ടി പ്രവർത്തകരും അതേപോലെ തന്നെ മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളോടൊപ്പമൊക്കെ ഒരു ജനപ്രതിനിധിയായിട്ട് നിൽക്കുക എന്നുള്ളത് നാളിതുവരെ തുടർന്നു പോകുന്നത് ഒരു പൊതുപ്രവർത്തകയായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ ഇടപെട്ട വിഷയങ്ങളുണ്ട്, നമ്മളുമായി കണക്ട് ചെയ്തു പോകുന്ന ആളുകളുണ്ട്. അതൊക്കെ പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൽ ജനാധിപത്യ പ്രക്രിയയിൽ പരാജയത്തിലേക്ക് എത്തി നിൽക്കുമ്പം പെട്ടെന്നൊരു ദിവസം നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നതൊന്നുമല്ല പൊതുപ്രവർത്തകരുടെ ജീവിതം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പം അതുമായി തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ആലത്തൂർ തന്നെ ഉണ്ടാകും. ആലത്തൂർ വിട്ടൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതം തന്നെ മാറ്റിവെച്ചു, അതായത് വിവാഹം പോലും കഴിക്കാതെ പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയതാണ്. ജനങ്ങൾ അങ്ങനെ കൈവിടും എന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഇല്ല, കാരണം ഇതിപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ നമുക്ക് വോട്ടിൻ്റെ ഒരു ശതമാനങ്ങൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ കഴിഞ്ഞ തവണ വോട്ടിംഗ് ശതമാനത്തിൽ വന്ന വ്യത്യാസങ്ങൾ. അപ്പം ജനങ്ങൾക്ക് എവിടെയാണ് ജനാധിപത്യ പ്രക്രിയയിലാണോ അത് എവിടെയാണ് അവർക്ക് അത്തരമൊരു സാഹചര്യം കുറേ സ്ഥലത്ത് നിന്ന് വോട്ട് ചെയ്യാൻ വരാതിരിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് കണക്കെടുത്ത് അതെവിടെയാണെന്നുള്ളത് പരിശോധിച്ച് വരുന്നേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ഇത് കഴിയുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇതിൻ്റെയൊക്കെ ഭാഗമാണ്. അത് ആലത്തൂരിലെ സംബന്ധിച്ച് ആലത്തൂരിലെ ജനങ്ങൾ നമ്മളിൽ അർപ്പിച്ചിരിക്കുന്നൊരു വിശ്വാസം അതിപ്പോഴുമുണ്ട്. നിങ്ങൾ കണക്കെടുത്ത് നോക്കിയാൽ അപ്പുറത്ത് വിജയം നടക്കുന്നതിൻ്റെ അടുത്ത് തന്നെ അതിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു വോട്ട് ചെയ്ത ജനങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ നമുക്ക് അവരെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അവർ നമ്മളിൽ അർപ്പിച്ചൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് കാണേണ്ടതുണ്ട്. അല്ലെങ്കിൽ വിജയിച്ച ഒരാളിനോടൊപ്പം ഇത്ര പോയി എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് കാണേണ്ട ഒരു കാഴ്ചപ്പാട്. ഒരിക്കലും തോൽക്കേണ്ട ആളല്ലായിരുന്നു. ഇപ്പം മറുനാടൻ പ്രേക്ഷകർക്ക് തന്നെ വളരെ കൃത്യമായിട്ടറിയാം നാളിതുവരെ നിങ്ങൾ നൽകിയ പിന്തുണ. അതിനകത്ത് നൽകിയിരുന്ന ഒരു പിന്തുണയിൽ നിങ്ങളുടെയൊക്കെ സർവേക്കകത്ത് പോലും വലിയ രീതിയിൽ പിന്തുണ ജനങ്ങൾ അന്നും ഇന്നും നൽകുന്നുണ്ട്. അപ്പം അതിനകത്ത് ഒരു ജനാധിപത്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഒരാൾക്കല്ലേ ജയിക്കാൻ പറ്റുള്ളൂ. അത് അദ്ദേഹം വിജയിച്ചു. അപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റാതെ പോയിരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്യട്ടെ. ഇനി ആ സമയത്ത് അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അതിനകത്ത് ഇടപെടാനും നമുക്ക് ഇപ്പോഴും, കാരണം നമ്മൾ നിലവിൽ ഇപ്പോഴും ഇവിടുത്തെ MP ആയിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ കാലാവധി കഴിയുമ്പോഴും നമ്മൾ ഇവിടുത്തെ ഒരു ജനപ്രതിനിധി ആയിരുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് കരുതി മാറി നിൽക്കാനൊന്നും പോകുന്ന ഒരാളല്ല. കാരണം നമ്മൾ ഒരു പൊതുപ്രവർത്തകയായി ജീവിക്കുവാൻ, അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ഇങ്ങോട്ട് വരുന്ന സമയങ്ങളിൽ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു പോകുന്ന ഒരാളാണ്. അപ്പം അതിനകത്ത് വിട്ടുവീഴ്ചയില്ലാതെ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ പ്രവർത്തനം ഏകോപിപ്പിക്കും. പാർട്ടിക്ക് വേണ്ടി, മുന്നണിക്ക് വേണ്ടി, വരാൻ പോകുന്ന നാളുകളിൽ ആലത്തൂരുകാർക്ക് വേണ്ടി. അതുകൂടെയുണ്ട്. തോൽവിയെക്കുറിച്ച് എന്തായാലും ഒരു പരാതിയായിട്ട് തന്നെ ആയിരിക്കുമോ നമ്മുടെ സംഘടനയെ അറിയിക്കുക?
അല്ല, അതിനകത്ത് ഇപ്പം ഇതിൻ്റെയൊക്കെ ആധികാരികമായിട്ടുള്ള രേഖകളൊക്കെ വന്നു കഴിഞ്ഞാൽ പാർട്ടി വേദികളിൽ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തക എന്നുള്ള രീതിയിൽ അത് പാർട്ടി വേദികളിൽ പറയുക തന്നെ ചെയ്യും. അത് പറയാതിരിക്കില്ല. അത് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പരാതി കൊടുക്കും? അല്ല, ഇപ്പം പാർട്ടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പും പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ഇതിൽ എവിടെയാണ് വീഴ്ച പറ്റിയത് അല്ലെങ്കിൽ എവിടെയാണ് പോരായ്മ പറ്റിയതെന്നൊക്കെ പാർട്ടി അന്വേഷിക്കും. പാർട്ടി അതുമായി ചർച്ച ചെയ്യും. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്കവിടെ വേദി ഉണ്ടാവും. അപ്പോൾ അത് അതിനകത്താണല്ലോ പറയേണ്ടത്. അപ്പം അതിപ്പോൾ ഞാൻ മാധ്യമങ്ങളിലൂടെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. അതാണ്. ജനങ്ങൾക്ക് ഇനി നൽകുന്ന ഉറപ്പെന്താണ്? ഞാൻ ആലത്തൂരിൽ തന്നെ ഉണ്ടാകും. ഇപ്പോൾ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം എനിക്ക് തോന്നുന്നു മുഴുവൻ പഞ്ചായത്തുകളും മുഴുവൻ നഗരസഭകളിലേക്കും ചെറുതും വലുതുമായിരിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 100% പദ്ധതി തുക പാഴാക്കാതെ ചെലവഴിച്ചിട്ടുണ്ട്. മുൻ MP ചെലവഴിക്കാതെ പോയ ഏകദേശം 3-3.5 കോടിയോളം രൂപ കൂടി ചെലവഴിച്ച് വികസന പദ്ധതികൾക്ക് രൂപം കൊടുത്ത ഒരാളാണ്. അപ്പം അത് വെച്ച് നോക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ ഇടപെടാൻ ഇപ്പോഴും കഴിയും. അപ്പം ആ കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം. തുടർന്നും മുന്നോട്ട് ആലത്തൂരുകാരിയായി തന്നെ ഉണ്ടാവും. പരാജയപ്പെട്ടു എന്ന് കരുതി തന്നെ ആരും കാണാൻ വരാതിരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് രമ്യ ഹരിദാസ് പറയുന്നത്. ഏത് കാര്യത്തിനും ജനങ്ങൾക്കൊപ്പം നേരത്തെ നിന്ന പോലെ തന്നെ എപ്പോഴും ഉണ്ടാകും. എപ്പോൾ വിളിച്ചാലും ഒരു വിളിപ്പുറത്ത് തന്നെ താൻ ഉണ്ടാകുമെന്നും ഈ ഘട്ടത്തിൽ രമ്യ പ്രതികരിക്കുകയാണ്. ആലത്തൂരിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാട് TV.